ഹായ് ഓൾ, ഏവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ചരിത്ര വിഭാഗത്തിൽ നിന്നുള്ള ചോദ്യങ്ങളാണ്. കേരള ചരിത്രം, ഇന്ത്യ ചരിത്രം, ലോക ചരിത്രം എന്നിവയിൽ നിന്നുള്ള എല്ലാ ചോദ്യങ്ങളും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ചോദ്യങ്ങളും അവയുടെ കുറച്ച് റിലേറ്റഡ് ഫാക്ട്സും ഇന്ന് നോക്കാവുന്നതാണ് കേട്ടോ. ഒന്നാമത്തെ ചോദ്യം, പ്രാചീന മലയാളം എന്ന പുസ്തകത്തിന്റെ രചയിതാവിന്റെ പേര് എന്താണ്? പ്രാചീന മലയാളം രചിച്ചത് ആരാണ്? ചട്ടമ്പി സ്വാമികളാണ്. ചട്ടമ്പി സ്വാമികൾ. ചട്ടമ്പി സ്വാമികളുടെ ഏറ്റവും വലിയ കൃതിയാണ് പ്രാചീന മലയാളം എന്നത്. ചട്ടമ്പി സ്വാമികളുടെ ഏറ്റവും വലിയ കൃതിയാണ് പ്രാചീന മലയാളം. പരശുരാമന്റെ കേരള സൃഷ്ടി ബ്രാഹ്മണർക്ക് വേണ്ടി മാത്രമായിരുന്നു എന്നൊരു വാദം ഉണ്ടായിരുന്നു ഒരു സമയത്ത്. ഈ വാദത്തിനെ എതിർത്ത കൃതിയാണ് പ്രാചീന മലയാളം. ഓക്കെ, ഇനി ചട്ടമ്പി സ്വാമികൾ ജനിച്ചത് എപ്പോഴാണ്? ചട്ടമ്പി സ്വാമികളുടെ ജനനം 1853 1853 ഓഗസ്റ്റ് 25 ഓഗസ്റ്റ് 25 1853 ഓഗസ്റ്റ് 25 ചട്ടമ്പി സ്വാമികളുടെ ജനനം. ഇനി ചട്ടമ്പി സ്വാമികളുടെ സമാധി എപ്പോഴാണ്? അദ്ദേഹം സമാധിയായത് 1924 എന്തെങ്കിലും പ്രത്യേകത തോന്നുന്നുണ്ടോ? 1924 മെയ് 5 അദ്ദേഹം സമാധിയായത്. അപ്പോ 2024 ആകുമ്പോഴത്തേക്കും 100 വർഷമാണ്. 2024 100ാം ചരമവാർഷികം ആചരിച്ച കേരളത്തിന്റെ നവോത്ഥാന നായകനാണ് ചട്ടമ്പി സ്വാമികൾ. അപ്പൊ ഇദ്ദേഹത്തെ കുറിച്ചുള്ള പോയിന്റ്സ് നോക്കി വെക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. 1953 ജനനം, 1924 സമാധി ആവുന്നത്. ഓക്കെ, വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ എന്ന് വിശ്വസിച്ച നവോത്ഥാന നായകനാണ് ചട്ടമ്പി സ്വാമികൾ. വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ എന്ന് വിശ്വസിച്ച നവോത്ഥാന നായകൻ ആരാണ്? ചട്ടമ്പി സ്വാമികളാണ്. അടുത്തത്, കുളച്ചൽ യുദ്ധം നടന്നത് ആരൊക്കെ തമ്മിലാണ്? കുളച്ചൽ യുദ്ധം നടന്നത് മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലാണ്. മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും. മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ ഈ കുളച്ചൽ യുദ്ധം നടന്ന വർഷം ഏതാണ്? 1741 ഓഗസ്റ്റ് 10 കേട്ടോ. 1741 ഓഗസ്റ്റ് 10 കുളച്ചൽ യുദ്ധം നടന്നത്. കുളച്ചൽ യുദ്ധം നടന്നത് എപ്പോഴാണ്? 1741 ഓഗസ്റ്റ് 10 മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലാണ് നടന്നത്. മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തി. ഈ ഒരു കുളച്ചൽ യുദ്ധത്തിൽ പരാജയപ്പെട്ട ശേഷം പിന്നീട് മാർത്താണ്ഡവർമ്മയുടെ സൈന്യത്തിന്റെ വലിയ കപ്പിത്താനായി മാറിയ ഒരു ഡച്ച് സൈന്യാധിപനുണ്ട്. പേരറിയാമോ? ക്യാപ്റ്റൻ ഡിലനോയി ആണ് കേട്ടോ. ക്യാപ്റ്റൻ ഡിലനോയി ആണ്. കുളച്ചൽ യുദ്ധത്തിൽ പരാജയപ്പെടുകയും പിന്നീട് മാർത്താണ്ഡവർമ്മയുടെ സൈന്യത്തിന്റെ വലിയ കപ്പിത്താനായി മാറുകയും ചെയ്തത് ഡച്ച് സൈന്യാധിപന്റെ പേരാണ് ക്യാപ്റ്റൻ ഡിലനോയി. ക്യാപ്റ്റൻ ഡിലനോയി അറിയപ്പെടുന്ന പേരെന്താണെന്നാണ് നമ്മളിപ്പോ പറഞ്ഞത്? തിരുവിതാംകൂറിന്റെ വലിയ കപ്പിത്താൻ എന്നറിയപ്പെടുന്നത് ക്യാപ്റ്റൻ ഡിലനോയി ആണ്. തിരുവിതാംകൂറിന്റെ വലിയ കപ്പിത്താൻ എന്നറിയപ്പെട്ട ഡച്ച് സൈന്യാധിപനാണ് ഡിലനോയി. ഈ ഡിലനോയിയുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് അറിയാമോ? ഡിലനോയി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ഉദയഗിരി കോട്ടയിലാണ് കേട്ടോ. ഉദയഗിരി കോട്ടയിലാണ് ഡിലനോയി സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. അതെവിടെയാണ്? കന്യാകുമാരിയിലാണ്. കന്യാകുമാരി, ഉദയഗിരി കോട്ടയിലാണ് ഡിലനോയി സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. അത് കന്യാകുമാരിയിലാണ്. ഇനി ഡച്ചു ഭരണം കേരളത്തിൽ അവസാനിക്കാൻ കാരണമായ ഒരു ഉടമ്പടി ഉണ്ട്. അതിന്റെ പേരോട് ഓർത്തിരിക്കാം. എന്താണ്? മാവേലിക്കര ഉടമ്പടിയാണ് കേട്ടോ. മാവേലിക്കര ഉടമ്പടിയാണ്. ഡച്ചുകാരുടെ ഭരണം കേരളത്തിൽ അവസാനിക്കാൻ കാരണമായ ഉടമ്പടിയാണ് മാവേലിക്കര ഉടമ്പടി. 1921 ആദ്യത്തെ അഖില കേരള പ്രൊവിൻഷ്യൽ സമ്മേളനം നടന്നത് എവിടെയാണ്? 1921 അഖില കേരള പ്രൊവിൻഷ്യൽ സമ്മേളനം നടന്നത് ഒറ്റപ്പാലത്ത് വെച്ചാണ്. ഒറ്റപ്പാലം. 1921 ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? അധ്യക്ഷൻ ടി പ്രകാശമാണ് കേട്ടോ. ടി പ്രകാശം. 1921 ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ടി പ്രകാശം അറിയപ്പെട്ടിരുന്ന മറ്റൊരു പേരാണ് ആന്ധ്രാ കേസരി.
ആന്ധ്ര കേസരി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് ആരാണ്? ടി പ്രകാശമാണ്. ടി പ്രകാശം. അതുപോലെ മലബാർ, കൊച്ചി, തിരുവിതാംകൂർ എന്നിവിടങ്ങളിലെ പ്രതിനിധികൾ ഒരുമിച്ച് പങ്കെടുത്ത ആദ്യ സമ്മേളനം ഏത് എന്ന് ചോദിച്ചാലും അത് ഒറ്റപ്പാലത്തെ സമ്മേളനമാണ് കേട്ടോ. 1921 ഒറ്റപ്പാലം സമ്മേളനത്തിലാണ് മലബാർ, കൊച്ചി, തിരുവിതാംകൂർ എന്നിവിടങ്ങളിലെ പ്രതിനിധികൾ ഒരുമിച്ച് പങ്കെടുത്തത്. ഒരുമിച്ച് പങ്കെടുത്ത ആദ്യത്തെ സമ്മേളനമാണ് ഒറ്റപ്പാലം സമ്മേളനം. ഓക്കെ, നമ്മൾ എന്തൊക്കെയാ പറഞ്ഞത്? 1921 ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനത്തിന്റെ അധ്യക്ഷനാണ് ടി പ്രകാശം. അദ്ദേഹം അറിയപ്പെടുന്ന പേരെന്താണ്? ആന്ധ്ര കേസരി എന്നാണ്. ആന്ധ്ര കേസരി. മലബാർ, കൊച്ചി, തിരുവിതാംകൂർ എന്നിവിടങ്ങളിലെ പ്രതിനിധികൾ ഒരുമിച്ച് പങ്കെടുത്ത ആദ്യ സമ്മേളനമാണ് 1921 ഒറ്റപ്പാലം സമ്മേളനം. ആത്മീയ സഭ എന്ന സംഘടനയുടെ സ്ഥാപകൻ ആരാണ്? ആത്മീയ സഭ സ്ഥാപിച്ച നേതാവ് ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ് കേട്ടോ. രാജാറാം മോഹൻ റോയ്. ആത്മീയ സഭ എന്ന സംഘടനയുടെ സ്ഥാപകൻ ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ്. രാജാറാം മോഹൻ റോയ് ആത്മീയ സഭ സ്ഥാപിച്ച വർഷം ഏതാണ്? 1815 1815 രാജാറാം മോഹൻ റോയ് ആത്മീയ സഭ സ്ഥാപിച്ചത്. ആത്മീയ സഭ സ്ഥാപിക്കപ്പെട്ടത് കൽക്കട്ടയിലാണ് കേട്ടോ. കൽക്കട്ടയിലാണ് ആത്മീയ സഭ സ്ഥാപിക്കപ്പെട്ടത്. ഈ ആത്മീയ സഭയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ സാമൂഹിക പരിഷ്കരണം, തത്വശാസ്ത്ര വിഷയങ്ങളിലുള്ള സ്വതന്ത്ര ചിന്തകൾ പ്രോത്സാഹിപ്പിക്കുക എന്നൊക്കെയായിരുന്നു. സാമൂഹിക പരിഷ്കരണം, തത്വശാസ്ത്ര വിഷയത്തിലുള്ള സ്വതന്ത്ര ചിന്തകൾ പ്രോത്സാഹിപ്പിക്കുക എന്നതായിരുന്നു പ്രധാനമായിട്ടും ആത്മീയ സഭയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഈ ആത്മീയ സഭ പിന്നീട് പ്രവർത്തനരഹിതമാവുകയാണ് ഉണ്ടായിരുന്നത്. അത് ഏത് വർഷമാണെന്ന് അറിയാമോ? 1823 1823 ആത്മീയ സഭ പ്രവർത്തനരഹിതമായി. അതേ തുടർന്ന് 1828 രാജാറാം മോഹൻ റോയ് ആരംഭിച്ച സംഘടനയാണ് ബ്രഹ്മസമാജം. 1828 രാജാറാം മോഹൻ റോയ് ബ്രഹ്മസമാജം സ്ഥാപിക്കുന്നത്. 1828 രാജാറാം മോഹൻ റോയ് സ്ഥാപിച്ച സംഘടനയാണ് 1828 ബ്രഹ്മസമാജം എന്ന് പറയുന്നത്. ബ്രഹ്മസമാജം. ഓക്കെ, താഴെ പറയുന്നവയിൽ ഏതാണ് ബ്രിട്ടീഷ് ഭരണകാലത്ത് കേന്ദ്രത്തിൽ ഒരു ദ്വിസഭ നിയമനിർമ്മാണത്തിന് നൽകിയിട്ടുള്ളത്? ആക്ട് ഓഫ് 1919 1919 നിയമമാണ് ഇത്. ഇന്ത്യയിൽ ഒരു ഉത്തരവാദിത്വ സർക്കാരിനെ രൂപപ്പെടുത്തുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് ബ്രിട്ടീഷ് പ്രഖ്യാപിച്ച ഒരു പ്രഖ്യാപനം ഉണ്ടായിരുന്നു 1917. 1917 ഒരു പ്രഖ്യാപനം ബ്രിട്ടീഷ് നടത്തുകയുണ്ടായി. അതിന്റെ പേരാണ് ഓഗസ്റ്റ് പ്രഖ്യാപനം. ഓഗസ്റ്റ് പ്രഖ്യാപനം കേട്ടിട്ടുണ്ടാവല്ലോ. ആ നിയമത്തെ തുടർന്നുകൊണ്ടാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1919 നിലവിൽ വന്നിട്ടുണ്ടായിരുന്നത്. ഓഗസ്റ്റ് പ്രഖ്യാപനത്തിന്റെ ഫലമായി നിലവിൽ വന്ന നിയമം ഏതാണ്? ആക്ട് ഓഫ് 1919 ആണ്. ഈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1919 മറ്റൊരു പേരാണ് മൊണ്ടേഗു ചെംസ്ഫോർഡ് റിഫോംസ് എന്നത്. മൊണ്ടേഗു ചെംസ്ഫോർഡ് പരിഷ്കാരങ്ങൾ. മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണ പരിഷ്കാരം. ഇതിൽ മൊണ്ടേഗു സെക്രട്ടറിയും ചെംസ്ഫോർഡ് വൈസ്രോയുമാണ് കേട്ടോ. മൊണ്ടേഗു സെക്രട്ടറിയാണ്, ചെംസ്ഫോർഡ് വൈസ്രോയുമാണ്. ഈ ഒരു നിയമപ്രകാരമാണ് പ്രവിശ്യകളിൽ ദ്വിഭരണം കൊണ്ടുവരികയും അതുപോലെ പ്രവിശ്യകൾ കേന്ദ്രത്തിൽ ഒരു ദ്വിഭരണ മണ്ഡല സമ്പ്രദായം, അതായത് ബൈക്യാമറലിസം, നേരിട്ടുള്ള തിരഞ്ഞെടുപ്പും കൊണ്ടുവരുന്നത്. ബൈക്യാമറലിസവും കൊണ്ടുവന്നു, നേരിട്ടുള്ള തിരഞ്ഞെടുപ്പും കൊണ്ടുവന്നത് 1919 ഈ ഒരു നിയമപ്രകാരമാണ്. അപ്പോൾ ഈ നിയമം പാസ്സാക്കിയപ്പോൾ ഇന്ത്യയുടെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആരാണ്? മൊണ്ടേഗു ആണ്. അതുപോലെ ഇന്ത്യയുടെ ആ സമയത്തെ വൈസ്രോയി ആരാണ്? ചെംസ്ഫോർഡ് പ്രഭുവുമാണ്. ഓക്കെ ആണല്ലോ. അടുത്തത് 1920 INC സെഷൻ നിസ്സഹകരണ പ്രസ്ഥാനത്തിന് അംഗീകാരം നൽകി. എവിടെയാണ് സെഷൻ നടന്നത്? 1920 INC സെഷൻ നടന്ന സ്ഥലം ഏതാണ്? നാഗ്പൂർ ആണ്. നാഗ്പൂർ. ഭാഷാടിസ്ഥാനത്തിൽ പ്രാദേശിക തലത്തിൽ കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കുന്നതിനായിട്ടുള്ള തീരുമാനം പാസാക്കിയ INCയുടെ സെഷനാണ് 1920 നാഗ്പൂർ സെഷൻ. ഭാഷാടിസ്ഥാനത്തിൽ പ്രാദേശിക തലത്തിൽ കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കണം എന്ന തീരുമാനമെടുത്ത INC സെഷൻ ഏതാണ്? 1920 നാഗ്പൂർ സെഷനാണ്. കോൺഗ്രസിന് പുതിയ ഒരു ഭരണഘടന നിലവിൽ വന്ന INC സമ്മേളനവും നാഗ്പൂർ സമ്മേളനം തന്നെയാണ്. 1920 നാഗ്പൂർ സമ്മേളനത്തിലാണ് കോൺഗ്രസിന് പുതിയ ഭരണഘടന നിലവിൽ വരണം എന്ന് പ്രഖ്യാപിച്ച സമ്മേളനം. കോൺഗ്രസിന് പുതിയ ഭരണഘടന നിലവിൽ കൊണ്ടുവന്ന INC സമ്മേളനം 1920 നാഗ്പൂർ സമ്മേളനമാണ്. ഈ ഒരു സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു?
1920 നാഗ്പൂർ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ വീരരാഘവാചാര്യരായിരുന്നു കേട്ടോ. വീരരാഘവാചാര്യരാണ് 1920 നാഗ്പൂർ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ. ചൈനയിൽ ചരിത്രപരമായ ലോങ് മാർച്ചിന് നേതൃത്വം നൽകിയത് ആരാണ്? ചൈനയിലെ ചരിത്രപരമായ ലോങ് മാർച്ചിന് നേതൃത്വം നൽകിയത് മാവോ സേത്തുങ് ആണ്. മാവോ സേത്തുങ്. ഇദ്ദേഹത്തിന്റെ മാവോ സേത്തുങ്ങിന്റെ നേതൃത്വത്തിൽ തെക്കൻ ചൈനയിലെ കിയാസിങ്ങിൽ നിന്നും വടക്ക് പടിഞ്ഞാറൻ യനാൻ വരെ ഏകദേശം 12,000 കിലോമീറ്റർ സഞ്ചരിച്ച് യാത്ര നടത്തുകയുണ്ടായി. ആ യാത്രയുടെ പേരാണ് ലോങ് മാർച്ച് എന്നത്. ഇതിന് നേതൃത്വം നൽകിയത് ആരാണ്? മാവോ സേത്തുങ് ആണ്. മാവോ സേത്തുങ്. മഹത്തായ തൊഴിലാളി വർഗ സാംസ്കാരിക വിപ്ലവം, അതായത് ഗ്രേറ്റ് പ്രൊലറ്റേറിയൻ കൾച്ചറൽ റവല്യൂഷൻ, മഹത്തായ തൊഴിലാളി വർഗ സാംസ്കാരിക വിപ്ലവം ആരംഭിച്ച വ്യക്തിയാണ് മാവോ സേത്തുങ്. മഹത്തായ തൊഴിലാളി വർഗ സാംസ്കാരിക വിപ്ലവം ആരംഭിച്ചത് മാവോ സേത്തുങ് ആണ് 1965. ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള സേനയുടെ ഒരു പേരുണ്ട്. മാവോ സേത്തുങ്ങിന്റെ നേതൃത്വത്തിലുള്ള സേന അറിയപ്പെടുന്ന പേരാണ് ചുവപ്പു സേന. ചുവപ്പു സേന അറിയപ്പെടുന്നത് എന്താണ്? മാവോ സേത്തുങ്ങിന്റെ നേതൃത്വത്തിലുള്ള സേനയാണ് ചുവപ്പു സേന. മാവോ സേത്തുങ്ങിന്റെ നേതൃത്വത്തിലുള്ള സേന അറിയപ്പെടുന്ന പേരാണ് ചുവപ്പു സേന. വാസ്കോഡ ഗാമ ആദ്യമായി കോഴിക്കോട്ടെത്തിയ വർഷം ഏതാണ്? വാസ്കോഡ ഗാമ ആദ്യമായി കോഴിക്കോട്ടെത്തിയത് 1498 1498 മെയ് 20 മെയ് 20 1498 മെയ് 20 വാസ്കോഡ ഗാമ ആദ്യമായി കോഴിക്കോട്ടെത്തിയത്. വാസ്കോഡ ഗാമ കേരളത്തിൽ വന്നിറങ്ങിയ സ്ഥലമാണ് കോഴിക്കോട്ടെ കാപ്പാടിലാണ് വാസ്കോഡ ഗാമ വന്നിറങ്ങിയത്. വാസ്കോഡ ഗാമയെ ഇന്ത്യയിലേക്ക് അയച്ച പോർച്ചുഗൽ രാജാവിന്റെ പേരെന്താണ്? മാനുവൽ ഒന്നാമനാണ് കേട്ടോ. മാനുവൽ ഒന്നാമനാണ് വാസ്കോഡ ഗാമയെ ഇന്ത്യയിലേക്ക് അയച്ച പോർച്ചുഗൽ രാജാവ്. മാനുവൽ രാജാവാണ് വാസ്കോഡ ഗാമയെ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സേനാധിപതി അല്ലെങ്കിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ അധിപൻ എന്ന് വിശേഷിപ്പിച്ചത്. അപ്പൊ ഇതിൽ നിന്ന് 2 പോയിന്റ്സ് കിട്ടും. ഒന്ന്, ആരാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സേനാധിപതി അല്ലെങ്കിൽ അധിപൻ? വാസ്കോഡ ഗാമയാണ്. അദ്ദേഹത്തെ ഇപ്രകാരം വിശേഷിപ്പിച്ചത് ആരാണ്? മാനുവൽ ഒന്നാമനാണ് അല്ലെങ്കിൽ മാനുവൽ രാജാവാണ്. ഇനി വാസ്കോഡ ഗാമ സഞ്ചരിച്ച കപ്പൽ ഏതാണ്? വാസ്കോഡ ഗാമ സഞ്ചരിച്ച കപ്പലാണ് സെൻ ഗബ്രിയേൽ എന്ന കപ്പലിലാണ് അദ്ദേഹം സഞ്ചരിച്ചത്. വാസ്കോഡ ഗാമ സഞ്ചരിച്ച കപ്പലാണ് സെൻ ഗബ്രിയേൽ എന്ന കപ്പലിലാണ് വാസ്കോഡ ഗാമ സഞ്ചരിച്ചത്. വാസ്കോഡ ഗാമ ആദ്യമായി കോഴിക്കോട്ടെത്തിയ വർഷം നമ്മൾ പറഞ്ഞു 1498. രണ്ടാമതായി വാസ്കോഡ ഗാമ ഇന്ത്യയിലെത്തിയത് ഏത് വർഷമാണ്? 1502 ഫെബ്രുവരിയിലാണ് വാസ്കോഡ ഗാമ രണ്ടാമതായി ഇന്ത്യയിലെത്തുന്നത്. വാസ്കോഡ ഗാമ ആദ്യമായി ഇന്ത്യയിലെത്തിയത് 1498. രണ്ടാമതായി വാസ്കോഡ ഗാമ ഇന്ത്യയിലെത്തുന്നത് 1502 ഫെബ്രുവരിയിലാണ്. അതേ വാസ്കോഡ ഗാമ രണ്ടാമതായി ഇന്ത്യയിൽ എത്തിച്ചേർന്ന സ്ഥലം ഏതാണ്? അത് അഞ്ചി ദ്വീപാണ് കേട്ടോ. അഞ്ചി ദ്വീപിലാണ് രണ്ടാമതായി വാസ്കോഡ ഗാമ എത്തുന്നത്. വാസ്കോഡ ഗാമ മൂന്നാമതും അവസാനവുമായി എത്തിയ വർഷമാണ് 1524. 1524 വാസ്കോഡ ഗാമ അവസാനമായും മൂന്നാമതായും എത്തിയത്. ഓക്കെ, വാസ്കോഡ ഗാമ അന്തരിച്ച വർഷവും അത് തന്നെയാണ് 1524 ഡിസംബർ 24. 1524 ഡിസംബർ 24 വാസ്കോഡ ഗാമ അന്തരിച്ചത്. വാസ്കോഡ ഗാമ ആദ്യമായി കേരളത്തിലെത്തിയത് 1498 മെയ് 20. രണ്ടാമതായി വാസ്കോഡ ഗാമ ഇന്ത്യയിൽ എത്തുന്നത് 1502 ഫെബ്രുവരിയിലാണ്. എത്തിച്ചേർന്ന സ്ഥലം അഞ്ചി ദ്വീപാണ്. വാസ്കോഡ ഗാമ മൂന്നാമതായും അവസാനമായും എത്തിയത് 1524. ഇതേ വർഷം തന്നെയാണ് അദ്ദേഹം അന്തരിക്കുന്നത്. 1524 ഡിസംബർ 24 വാസ്കോഡ ഗാമ അന്തരിച്ചു. അടുത്ത ചോദ്യം, ഏത് ഉടമ്പടിയിലൂടെയാണ് മലബാറിന്റെ അധികാരം മൈസൂർ സുൽത്താനിൽ നിന്ന് ബ്രിട്ടീഷുകാർക്ക് കൈമാറിയത്? ശ്രീരംഗപട്ടണം ഉടമ്പടി. മലബാറിന്റെ അധികാരം മൈസൂർ സുൽത്താനിൽ നിന്ന് ബ്രിട്ടീഷുകാർക്ക് കൈമാറപ്പെട്ടത് ശ്രീരംഗപട്ടണം ഉടമ്പടിയിലൂടെയാണ്. ശ്രീരംഗപട്ടണം ഉടമ്പടി ഒപ്പുവെച്ച വർഷം 1792 1792 മാർച്ച് 18 മാർച്ച് 1792 മാർച്ച് 18 ശ്രീരംഗപട്ടണം ഉടമ്പടി ഒപ്പുവെച്ചത്. ഈ ഉടമ്പടിയിൽ ഒപ്പുവെച്ചവരാരൊക്കെയാണ്?
ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണ്ടി കോൺവാലിസ് പ്രഭു, ഹൈദരാബാദ് നൈസാമിന്റെയും മറാത്ത സാമ്രാജ്യത്തിന്റെയും പ്രതിനിധികൾ, മൈസൂരിന് വേണ്ടി ടിപ്പു സുൽത്താൻ എന്നിവരാണ് ശ്രീരംഗപട്ടണം ഉടമ്പടിയിൽ ഒപ്പുവെച്ചത്. ആരൊക്കെയാണ്? ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണ്ടി കോൺവാലിസ് പ്രഭു, ഹൈദരാബാദ് നൈസാമിന്റെയും മറാത്ത സാമ്രാജ്യത്തിന്റെയും പ്രതിനിധികൾ, മൈസൂരിന് വേണ്ടി ടിപ്പു സുൽത്താനുമാണ് ഒപ്പുവെച്ചത്. മൈസൂരിലെ കരുത്തരായ ഭരണാധികാരികളാണ് ഹൈദർ അലിയും മകൻ ടിപ്പു സുൽത്താനും. ഓക്കെ, ഇനി 1792 ശ്രീരംഗപട്ടണം ഉടമ്പടി അനുസരിച്ച് ഇംഗ്ലീഷുകാർക്ക് ലഭിച്ച പ്രദേശങ്ങൾ ഏതൊക്കെയാണ്? വയനാട് ഒഴികെയുള്ള മലബാർ പ്രദേശം മുഴുവനും, അതുപോലെ കൊച്ചി, കുടക് എന്നീ പ്രദേശങ്ങളാണ് ശ്രീരംഗപട്ടണ ഉടമ്പടിയിലൂടെ ബ്രിട്ടീഷുകാർ നേടിയത്. ഏതൊക്കെയാണ്? വയനാട് ഒഴികെയുള്ള മലബാർ പ്രദേശം, കൊച്ചി, അതുപോലെ കുടക് പ്രദേശമാണ്. കൊച്ചിയും കുടക് പ്രദേശവുമാണ് ലഭിച്ചിട്ടുള്ളത്. കൂർഗ് എന്നറിയപ്പെടുന്ന കുടകും കൊച്ചിയും വയനാട് ഒഴികെയുള്ള മലബാർ പ്രദേശവുമാണ് ശ്രീരംഗപട്ടണം ഉടമ്പടിയിലൂടെ ഇംഗ്ലീഷുകാർക്ക് ലഭിച്ച പ്രദേശങ്ങൾ. കേരളത്തിലെ ഏത് സാമൂഹിക പരിഷ്കർത്താവാണ് ആത്മോപദേശ ശതകം എഴുതിയത്? ആത്മോപദേശ ശതകം രചിച്ച നവോത്ഥാന നായകനാണ് ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരുവിന്റെ കൃതിയാണ് ആത്മോപദേശ ശതകം. ശ്രീനാരായണ ഗുരുവിന്റെ പ്രധാനപ്പെട്ട മറ്റ് കൃതികളാണ് ദൈവദശകം, ശിവശതകം, ദർശനമാല, നവമഞ്ജരി, ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട്, തേവാരിപ്പതികങ്ങൾ, തിരുക്കുറൽ എന്നിവ. ഇതില് ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യ രചനയാണ് ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട്. ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യ രചനയാണ് ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട്. അരുവിപ്പുറം പ്രതിഷ്ഠാ സമയത്ത് ശ്രീനാരായണ ഗുരു രചിച്ച കൃതിയാണ് ശിവശതകം. ഓക്കെ, അരുവിപ്പുറം പ്രതിഷ്ഠാ സമയത്ത് ശ്രീനാരായണ ഗുരു രചിച്ച കൃതിയാണ് ശിവശതകം. ശ്രീനാരായണ ഗുരു രചിച്ച ഒരു തമിഴ് കൃതിയുണ്ട്, അതാണ് തേവാരിപ്പതികങ്ങൾ. തമിഴ് കൃതി. ശ്രീനാരായണ ഗുരു രചിച്ച തമിഴ് കൃതിയാണ് തേവാരിപ്പതികങ്ങൾ. ഓക്കെ, അടുത്തത് നവമഞ്ജരിയെ കുറിച്ചുള്ള ഒരു ചോദ്യമാണ്. ചട്ടമ്പി സ്വാമികൾ മഹാസമാധി പ്രഖ്യാപിച്ചപ്പോൾ ആദരമർപ്പിച്ചുകൊണ്ട് ശ്രീനാരായണ ഗുരു രചിച്ച കൃതിയുടെ പേര് എന്താണ്? നവമഞ്ജരിയാണ് കേട്ടോ. ചട്ടമ്പി സ്വാമികളോടുള്ള ആദരമറിയിച്ചുകൊണ്ട് ശ്രീനാരായണ ഗുരു രചിച്ച കൃതിയാണ് നവമഞ്ജരി. ചട്ടമ്പി സ്വാമികൾ മഹാസമാധി പ്രഖ്യാപിച്ച സമയത്ത് അദ്ദേഹത്തോടുള്ള ആദരമറിയിച്ചുകൊണ്ട് ശ്രീനാരായണ ഗുരു രചിച്ച കൃതിയാണ് നവമഞ്ജരി. ശ്രീനാരായണ ഗുരു മൊഴിമാറ്റം നടത്തിയ ഒരു തമിഴ് ഗ്രന്ഥമുണ്ട്, അതാണ് തിരുക്കുറൽ. തമിഴിൽ രണ്ടും വരുന്നത് ടി വെച്ച് തന്നെയാണ് കേട്ടോ, തിരുക്കുറൽ. ശ്രീനാരായണ ഗുരു രചിച്ച തമിഴ് കൃതിയാണ് ഏത്? തേവാരിപ്പതികങ്ങൾ എന്നതും. ശ്രീനാരായണ ഗുരു മൊഴിമാറ്റം നടത്തിയ തമിഴ് കൃതിയാണ് തിരുക്കുറൽ എന്നതും. തേവാരിപ്പതികങ്ങളും തിരുക്കുറലും മാറിപ്പോരുത്, ശ്രദ്ധിച്ച് പഠിക്കുക. ശ്രീനാരായണ ഗുരു രചിച്ച തമിഴ് കൃതിയാണ് തേവാരിപ്പതികങ്ങൾ. ശ്രീനാരായണ ഗുരു മൊഴിമാറ്റം നടത്തിയ തമിഴ് കൃതിയാണ് തിരുക്കുറൽ എന്നത്. ഇനി 2014 100 വർഷം ആഘോഷിച്ച അദ്ദേഹത്തിന്റെ ഒരു കൃതിയുണ്ട്. 2014 100 വർഷം ആഘോഷിച്ച ഗുരുവിന്റെ കൃതിയാണ് ദൈവദശകം എന്നത്. ദൈവദശകത്തിന്റെ 100 വർഷമാണ് 2014 നടന്നത്. ഓക്കെ, അപ്പോൾ എന്തൊക്കെ പോയിന്റ്സ് പറഞ്ഞു? ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യ രചന ഏതാണ്? ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ടാണ്. അരുവിപ്പുറം പ്രതിഷ്ഠാ സമയത്ത് ശ്രീനാരായണ ഗുരു രചിച്ച കൃതിയാണ് ശിവശതകം എന്നത്. ശ്രീനാരായണ ഗുരു രചിച്ച തമിഴ് കൃതിയാണ് തേവാരിപ്പതികങ്ങൾ. ശ്രീനാരായണ ഗുരു മൊഴിമാറ്റം നടത്തിയ തമിഴ് ഗ്രന്ഥമാണ് തിരുക്കുറൽ എന്നത്. ചട്ടമ്പി സ്വാമികളുടെ സമാധി പ്രഖ്യാപിച്ച സമയത്ത് ആദരമറിയിച്ചുകൊണ്ട് ശ്രീനാരായണ ഗുരു രചിച്ച കൃതിയാണ് നവമഞ്ജരി എന്നത്. 2014 100 വർഷം ആഘോഷിച്ച ഗുരുവിന്റെ കൃതിയാണ് ദൈവദശകം. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് കേളപ്പനാണ്. കേളപ്പനാണ്. കേരളത്തിലെ പയ്യന്നൂരിൽ നിന്ന് ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് കേളപ്പൻ. കേരളത്തിലെ പയ്യന്നൂരിൽ നിന്ന് ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ്? കേളപ്പനാണ്. വ്യക്തി സത്യാഗ്രഹത്തിന് ഗാന്ധിജി തിരഞ്ഞെടുത്ത ആദ്യ കേരളീയൻ ആര് എന്ന് ചോദിച്ചാലും ഉത്തരം കേളപ്പൻ തന്നെയാണ് കേട്ടോ. വ്യക്തി സത്യാഗ്രഹത്തിന് ഗാന്ധിജി തിരഞ്ഞെടുത്ത ആദ്യ കേരളീയനാണ് കേളപ്പൻ.
കേളപ്പൻ കേരള ഗാന്ധി ആണെന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ മയ്യഴി ഗാന്ധി ആരാണ്? മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്നത് IK കുമാരൻ മാസ്റ്റർ ആണ് കേട്ടോ. IK കുമാരൻ മാസ്റ്റർ ആണ് മയ്യഴി ഗാന്ധി. പൊന്നാനി ഗാന്ധി ആരാണ്? പൊന്നാനി ഗാന്ധി KV രാമൻ മേനോൻ ആണ് കേട്ടോ. KV രാമൻ മേനോൻ ആണ് പൊന്നാനി ഗാന്ധി എന്നറിയപ്പെടുന്നത്. മയ്യഴി ഗാന്ധി IK കുമാരനും പൊന്നാനി ഗാന്ധി KV രാമൻ മേനോനുമാണ്. KV രാമൻ മേനോനാണ് പൊന്നാനി ഗാന്ധി. മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്നത് IK കുമാരൻ മാസ്റ്ററുമാണ്. ഭൂമിയിൽ സ്വർഗമുണ്ടെങ്കിൽ ഇതാണ്. മുഗൾ ചക്രവർത്തി ഷാജഹാന്റെ ഈ വാക്കുകൾ ഏത് കൊട്ടാരത്തിന്റെ ചുവരുകളിലാണ് കൊത്തിവെച്ചിട്ടുള്ളത്? ദിവാനി ഖാസ്, ഡൽഹി. ദിവാനി ഖാസിന്റെ ചുവരുകളിലാണ് ഇദ്ദേഹത്തിന്റെ മുഗൾ ചക്രവർത്തിയായ ഷാജഹാന്റെ ഈ വാക്കുകൾ കൊത്തിവെച്ചിട്ടുള്ളത്. ഷാജഹാന്റെ പ്രധാനപ്പെട്ട നിർമ്മിതികളിൽ ഒന്നാണ് ദിവാനി ഖാസ് എന്നത്. പ്രധാനപ്പെട്ട മുഗൾ ഭരണാധികാരിയായ ഷാജഹാന്റെ പ്രധാനപ്പെട്ട മറ്റ് നിർമ്മിതികൾ നോക്കുകയാണെങ്കിൽ ചെങ്കോട്ട, അതുപോലെ ഡൽഹിയിലെ ജുമാ മസ്ജിദ്, ദിവാനി ഖാസ്, ദിവാനി ആം, ശീഷ് മഹൽ, ലാഹോർ കോട്ട എന്നറിയപ്പെടുന്ന ശീഷ് മഹൽ, ഇവയെല്ലാം തന്നെ നിർമ്മിച്ചിട്ടുള്ളത് ഷാജഹാനാണ്. മുഗൾ ചക്രവർത്തിയായ ഷാജഹാന്റെ പ്രധാനപ്പെട്ട നിർമ്മിതികളാണ് നമ്മൾ പറഞ്ഞത്. ചെങ്കോട്ട, ഡൽഹിയിലെ ജുമാ മസ്ജിദ്, ദിവാനി ഖാസ്, ദിവാനി ആം, ശീഷ് മഹൽ, ആഗ്ര കോട്ട എന്നിവയൊക്കെ. താജ്മഹൽ പ്രധാനപ്പെട്ടതാണ്, നമുക്കറിയാവുന്നതാണ്. താഴെ തന്നിരിക്കുന്നവയിൽ മുഗൾ ചക്രവർത്തിയായ ഷാജഹാന്റെ നിർമ്മിതി അല്ലാത്തതേത്, ഷാജഹാന്റെ നിർമ്മിതി ഏത് എന്ന രീതിയിലൊക്കെ ചോദ്യം വന്നേക്കാം. അതുകൊണ്ട് അത് ഓർത്തിരിക്കുക കേട്ടോ. ചെങ്കോട്ട, ഡൽഹിയിലെ ജുമാ മസ്ജിദ്, ദിവാനി ഖാസ്, ദിവാനി ആം, ശീഷ് മഹൽ, ആഗ്ര കോട്ട, താജ്മഹൽ എന്നിവയൊക്കെ ഷാജഹാന്റെ പ്രധാനപ്പെട്ട നിർമ്മിതികളാണ്. ഇതുകൊണ്ട് തന്നെ ഷാജഹാന് കൊടുത്തിരിക്കുന്ന കുറച്ച് വിശേഷണങ്ങളുണ്ട്. നിർമ്മിതികളുടെ രാജകുമാരൻ എന്നും ശില്പികളുടെ രാജാവ് എന്നും അറിയപ്പെടുന്നത് ഷാജഹാനാണ് കേട്ടോ. നിർമ്മിതികളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത് ഷാജഹാനാണ്. ശില്പികളുടെ രാജാവ് എന്നും അറിയപ്പെടുന്നത് ഷാജഹാനാണ്. അടുത്ത ചോദ്യം, ഏത് സാമൂഹ്യ പരിഷ്കർത്താവാണ് രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത്? രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത് സ്വാമി വിവേകാനന്ദനാണ് രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത്. ജാതീയമായ ഉച്ചനീചത്വങ്ങളെ എതിർക്കുകയും സ്ത്രീ വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത പരിഷ്കർത്താവാണ് സ്വാമി വിവേകാനന്ദൻ. ഇദ്ദേഹത്തിന്റെ ഗുരുവാണ് ശ്രീരാമകൃഷ്ണ പരമഹംസരാണ് സ്വാമി വിവേകാനന്ദന്റെ ഗുരു. അദ്ദേഹത്തിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനായിട്ടാണ് ശിഷ്യനായ വിവേകാനന്ദൻ രാമകൃഷ്ണ മിഷൻ എന്ന സംഘടന സ്ഥാപിക്കുന്നത്. ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ ശിഷ്യനായ വിവേകാനന്ദൻ തന്റെ ഗുരുവിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനായിട്ട് സ്ഥാപിച്ച സംഘടനയാണ് രാമകൃഷ്ണ മിഷൻ. രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ച വർഷം 1897 ആണ്. 1897 രാമകൃഷ്ണ മിഷൻ സ്ഥാപിതമാകുന്നത്. ആസ്ഥാനം എവിടെയാണ്? രാമകൃഷ്ണ മിഷന്റെ ആസ്ഥാനം കൊൽക്കത്തയിലെ ബേലൂരാണ്. രാമകൃഷ്ണ മിഷന്റെ ആസ്ഥാനം ബേലൂരാണ്, കൊൽക്കത്ത. രാമകൃഷ്ണ മിഷന്റെ ആപ്തവാക്യമാണ് ആത്മനോ മോക്ഷാർത്ഥം ജഗത് ഹിതായ ച എന്നത് രാമകൃഷ്ണ മിഷന്റെ ആപ്തവാക്യമാണ്. രാമകൃഷ്ണ മിഷന് ഒരു വനിതാ വിഭാഗം കൂടിയുണ്ട്, അതാണ് ശാരദാ മഠം. ഓക്കെ, രാമകൃഷ്ണ മിഷൻ ആരംഭിച്ചത് 1897 ശ്രീരാമകൃഷ്ണൻ പരമഹംസർ വിവേകാനന്ദന്റെ ഗുരുവാണ്. ശ്രീരാമകൃഷ്ണ പരമഹംസർ സ്വാമി വിവേകാനന്ദന്റെ ഗുരുവാണ്. ദക്ഷിണേശ്വരത്തെ സന്യാസി എന്നറിയപ്പെടുന്നത് ശ്രീരാമകൃഷ്ണ പരമഹംസരാണ്. ശ്രീരാമകൃഷ്ണ പരമഹംസരെ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ദക്ഷിണേശ്വരത്തെ സന്യാസി. ഇദ്ദേഹത്തിന്റെ ഗുരുവിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനായിട്ട് ശ്രീ വിവേകാനന്ദൻ ആരംഭിച്ച സംഘടനയാണ് രാമകൃഷ്ണ മിഷൻ. രാമകൃഷ്ണ മിഷൻ 1897 ആരംഭിച്ചു. ആസ്ഥാനം കൊൽക്കത്തയിലെ ബേലൂരാണ്. ആപ്തവാക്യം ആത്മനോ മോക്ഷാർത്ഥം ജഗത് ഹിതായ ച എന്നാണ്. രാമകൃഷ്ണ മിഷന്റെ വനിതാ വിഭാഗമാണ് ശാരദാ മഠം. ഇന്ത്യയിലെ ബ്രിട്ടീഷ് സാമ്പത്തിക ചൂഷണത്തിനെതിരെ ചോർച്ചാ സിദ്ധാന്തം അവതരിപ്പിച്ച ദേശീയവാദി ആരാണ്? അദ്ദേഹം ദാദാഭായ് നവറോജി.
ഡ്രെയിൻ സിദ്ധാന്തം അല്ലെങ്കിൽ ചോർച്ചാ സിദ്ധാന്തം അവതരിപ്പിച്ച ദേശീയവാദിയാണ് ദാദാബായ് നവറോജി. ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിന്റെയും രാഷ്ട്രതന്ത്ര ശാസ്ത്രത്തിന്റെയും പിതാവ് എന്നറിയപ്പെടുന്നത് ദാദാബായ് നവറോജിയാണ്. ബ്രിട്ടനിലെ ഇന്ത്യയുടെ അനൌദ്യോഗിക അംബാസിഡറും ദാദാബായ് നവറോജിയാണ്. ഇന്ത്യയിലെ വന്ധ്യവയോധികൻ, ഇന്ത്യയുടെ ഗ്ലാഡ്സ്റ്റൺ എന്നറിയപ്പെടുന്നതും ദാദാബായ് നവറോജിയാണ്. 4 വിശേഷണങ്ങൾ നമ്മളിപ്പോൾ പറഞ്ഞു, ഓർത്തു നോക്കിക്കേ. ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിന്റെയും രാഷ്ട്രതന്ത്ര ശാസ്ത്രത്തിന്റെയും പിതാവ്, ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിന്റെയും രാഷ്ട്രതന്ത്ര ശാസ്ത്രത്തിന്റെയും പിതാവ്, ബ്രിട്ടനിലെ ഇന്ത്യയുടെ അനൌദ്യോഗിക അംബാസിഡർ. ബ്രിട്ടനിലെ ഇന്ത്യയുടെ അനൌദ്യോഗിക അംബാസിഡറാണ് ദാദാബായ് നവറോജി. ബ്രിട്ടനിലെ ഇന്ത്യയുടെ അനൌദ്യോഗിക അംബാസിഡർ. ഇന്ത്യയിലെ വന്ധ്യവയോധികൻ, ഇന്ത്യയുടെ വന്ധ്യവയോധികൻ, ഇന്ത്യയിലെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നതും ദാദാബായ് നവറോജിയാണ്. ഇന്ത്യയുടെ ഗ്ലാഡ്സ്റ്റൺ, ഇന്ത്യയുടെ ഗ്ലാഡ്സ്റ്റൺ എന്നറിയപ്പെടുന്നതും ദാദാബായ് നവറോജിയാണ്. ഇന്ത്യയുടെ ഗ്ലാഡ്സ്റ്റൺ. അങ്ങനെ 4 വിശേഷണങ്ങളാണ് ദാദാബായ് നവറോജിയുമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഇന്ത്യയിലെ ബ്രിട്ടീഷ് സാമ്പത്തിക ചൂഷണത്തെക്കുറിച്ച് അദ്ദേഹം പരാമർശിച്ച രീതിയാണ് ഡ്രെയിൻ സിദ്ധാന്തം അല്ലെങ്കിൽ ചോർച്ച സിദ്ധാന്തം. ഈ ഒരു ആശയം ദാദാബായ് നവറോജി അവതരിപ്പിച്ച പുസ്തകമാണ് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. ദാദാബായ് നവറോജിയുടെ പ്രശസ്തമായ പുസ്തകമാണ് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. കോളനി ഭരണകാലത്ത് ഇന്ത്യയുടെ ദേശീയ വരുമാനം നിർണ്ണയിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് ഇദ്ദേഹം. സ്വതന്ത്രപൂർവമായ ഭാരതത്തില് ദാരിദ്ര്യരേഖ എന്ന ആശയം ഉയർത്തിക്കൊണ്ടുവന്നത് ദാദാബായ് നവറോജിയാണ്. അതായത് ഒരു കണക്ക് കൂട്ടലുകൾ വേണം എന്നൊരു ആശയം ഇന്ത്യക്കാർക്ക് നൽകിയത് ദാദാബായ് നവറോജിയാണ്. സ്വരാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ച വ്യക്തിയാണ് ദാദാബായ് നവറോജി. സ്വരാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ച വ്യക്തി ആരാണ്? ദാദാബായ് നവറോജിയാണ്. ഇന്ത്യയുടെ ദേശീയ വരുമാനവും പ്രതിശീർഷ വരുമാനവും ആദ്യമായി കണക്കാക്കിയ വ്യക്തിയാണ് ദാദാബായ് നവറോജി. ഇന്ത്യയുടെ ദേശീയ വരുമാനവും പ്രതിശീർഷ വരുമാനവും ആദ്യമായി കണക്കാക്കിയതാരാണ്? ദാദാബായ് നവറോജിയാണ്. ദാദാബായ് നവറോജിയുടെ പാഴ്സി മത പരിഷ്കരണ പ്രസ്ഥാനമുണ്ട്. ഈ അടുത്തിടെ ഉണ്ടായ ഒരു PSC ചോദ്യപേപ്പറിൽ കണ്ട ചോദ്യമാണ്. ദാദാബായ് നവറോജിയുടെ പാഴ്സി മത പരിഷ്കരണ പ്രസ്ഥാനം ഏതാണ്? റഹ്നുമാ മസ്ദയാസൻ ആണ്. റഹ്നുമാ മസ്ദയാസൻ ആണ്. റഹ്നുമാ മസ്ദയാസൻ ദാദാബായ് നവറോജിയുടെ പാഴ്സി മത പരിഷ്കരണ പ്രസ്ഥാനമാണ് റഹ്നുമാ മസ്ദയാസൻ. റഹ്നുമാ മസ്ദയാസൻ ദാദാബായ് നവറോജിയുടെ പാഴ്സി മത പരിഷ്കരണ പ്രസ്ഥാനമാണ് റഹ്നുമാ മസ്ദയാസൻ. ഓക്കെ. ബാസ്റ്റിലിന്റെ പതനം ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബാസ്റ്റിലിന്റെ പതനം എന്ത് വിപ്ലവവുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്. ബൂർബൻ രാജവാഴ്ചയുടെ പ്രതീകമായിരുന്നു ഈ ഒരു ബാസ്റ്റിൻ ജയിൽ എന്നത്. ഈ ബാസ്റ്റിൻ ജയിലിന്റെ പതനം അല്ലെങ്കിൽ ബാസ്റ്റിൻ ജയിലിനെ തകർത്തുകൊണ്ടാണ് ഫ്രഞ്ച് വിപ്ലവം ആരംഭിക്കുന്നത്. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, ഈ മുദ്രാവാക്യം അറിയാലോ. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ടാണ് ബാസ്റ്റിൽ ജയിൽ തകർത്ത് വിപ്ലവകാരികൾ മുന്നോട്ട് വന്നത്. ബാസ്റ്റിൽ ജയിൽ തകർത്ത വർഷം ഏതാണ്? 1789 ആണ്. 1789 ജൂലൈ 14 1789 ജൂലൈ 14 ബാസ്റ്റിൽ ജയിൽ തകർക്കപ്പെട്ടത്. ഈ ജൂലൈ 14 പിന്നീട് ഫ്രഞ്ച് ദേശീയ ദിനമായി ആചരിക്കപ്പെട്ടത്. ജൂലൈ 14 ഫ്രഞ്ച് ദേശീയ ദിനമായി ആചരിക്കുന്നത്. ബാസ്റ്റിൽ ജയിൽ തകർക്കപ്പെട്ട വർഷം 1789 ജൂലൈ 14. ഫ്രഞ്ച് ദേശീയ ദിനം എന്നാണ്? ജൂലൈ 14 ജൂലൈ 14. ഫ്രഞ്ച് വിപ്ലവത്തില് വധിക്കപ്പെട്ട ഒരു ശാസ്ത്രജ്ഞനുണ്ട്. ആരാണ്? അന്റോണിയോ ലാവോസിയെ ആണ്. അന്റോണിയോ ലാവോസിയെ ആണ് ഫ്രഞ്ച് വിപ്ലവത്തിൽ വധിക്കപ്പെട്ട ശാസ്ത്രജ്ഞൻ. അന്റോണിയോ ലാവോസിയെ. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന പുസ്തകമാണ് ദി സോഷ്യൽ കോൺട്രാക്ട് എന്നത്. ദി സോഷ്യൽ കോൺട്രാക്ട് എന്നത് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന പുസ്തകമാണ്. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ബൈബിൾ എന്നറിയപ്പെടുന്നത് ദി സോഷ്യൽ കോൺട്രാക്ട് എന്ന പുസ്തകമാണ്. ഇനി ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ശിശു എന്നറിയപ്പെടുന്നത് ആരാണ്? നെപ്പോളിയൻ ബോണോപാർട്ടാണ് കേട്ടോ. നെപ്പോളിയൻ ബോണോപാർട്ടാണ് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ശിശു എന്ന് അറിയപ്പെടുന്നത്. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ശിശു എന്നറിയപ്പെടുന്നത് നെപ്പോളിയൻ ബോണോപാർട്ടാണ്. അദ്ദേഹം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ആധുനിക ഫ്രാൻസിന്റെ ശില്പി എന്നത്. നെപ്പോളിയൻ ബോണപ്പാർട്ട് തന്നെയാണ് ആധുനിക ഫ്രാൻസിന്റെ ശില്പി എന്ന് അറിയപ്പെടുന്നത്. ആധുനിക ഫ്രാൻസിന്റെ ശില്പി എന്നും ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ശിശു എന്നും അറിയപ്പെടുന്നത് നെപ്പോളിയൻ ബോണപ്പാർട്ടാണ്.
ഞാനാണ് വിപ്ലവം എന്ന് പ്രഖ്യാപിച്ചത് നെപ്പോളിയൻ ബോണപ്പാർട്ട് തന്നെയാണ് കേട്ടോ. അപ്പൊ 3 കാര്യങ്ങൾ നമ്മളിപ്പോ പറഞ്ഞു. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ശിശു എന്ന് അറിയപ്പെടുന്നത് നെപ്പോളിയൻ ബോണപ്പാർട്ടാണ്. ആധുനിക ഫ്രാൻസിന്റെ ശില്പി എന്നറിയപ്പെടുന്നതും നെപ്പോളിയൻ ബോണപ്പാർട്ടാണ്. ഞാനാണ് വിപ്ലവം എന്ന് പ്രഖ്യാപിച്ചതും നെപ്പോളിയൻ ബോണപ്പാർട്ടാണ്. അപ്പോ ബാസ്റ്റിൽ ജയിലിന്റെ പതനം ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 1953 സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ ചെയർമാനായി വർത്തിച്ചത് ആരാണ്? 1953 സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ ചെയർമാനായിരുന്നു ഫസൽ അലി. 1953 സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ ചെയർമാനാണ് ഫസൽ അലി. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുക എന്ന ഒരു ആശയം അത് ഒരു ആവശ്യമായി മാറുകയും ജനകീയ പ്രക്ഷോഭങ്ങൾക്ക് കാരണമാവുകയും ചെയ്തു. അതേ തുടർന്നാണ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ നിലവിൽ വരുന്നത്. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷനായി ഫസൽ അലിയും മറ്റംഗങ്ങളായി KM പണിക്കർ, HN കുൻസ്രു, ഹൃദയനാഥ് കുൻസ്രുവും അംഗങ്ങളായി വരികയും ചെയ്തു. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ മലയാളിയായ അംഗമാണ് KM പണിക്കർ. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗമായിരുന്ന മലയാളിയാണ് KM പണിക്കർ. 1956 സംസ്ഥാന പുനഃസംഘടനാ നിയമപ്രകാരം 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും നിലവിൽ വന്നു. 1956 സംസ്ഥാന പുനഃസംഘടനാ നിയമപ്രകാരം 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് നിലവിൽ വന്നത്. ആദ്യമായിട്ട് രൂപം കൊണ്ട സംസ്ഥാനമാണ് ആന്ധ്ര സംസ്ഥാനം. ആന്ധ്ര സംസ്ഥാനം നിലവിൽ വന്നതെന്നാണ് ആന്ധ്ര സംസ്ഥാനം നിലവിൽ വന്ന വർഷവും തീയതിയും ചോദിച്ചു കണ്ടിട്ടുണ്ട്. 1953 1953 ഒക്ടോബർ 1 ആന്ധ്ര സംസ്ഥാനം നിലവിൽ വരുന്നത്. അടുത്ത ചോദ്യം, 1999 കാർഗിൽ യുദ്ധം ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ എന്നും അറിയപ്പെടുന്നു. എന്ത് പേരിലാണ്, ഏത് ഓപ്പറേഷനാണ് കാർഗിൽ യുദ്ധത്തിന് നേതൃത്വം നൽകിയത്? ഓപ്പറേഷൻ വിജയ് ആണ്. ഓപ്പറേഷൻ വിജയ്. 1999 കാർഗിൽ യുദ്ധം ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ ഓപ്പറേഷൻ വിജയ് എന്നും അറിയപ്പെടുന്നു. ഇന്ത്യക്കും പാകിസ്ഥാനും തമ്മിൽ 3 മാസത്തോളം നീണ്ടു നിന്ന പോരാട്ടമാണ് കാർഗിൽ യുദ്ധം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ കാർഗിൽ യുദ്ധം ജയിച്ച ദിവസം കാർഗിൽ വിജയ് ദിവസമായി ആചരിക്കുന്നത് എന്നാണ്? ജൂലൈ 26 കാർഗിൽ വിജയ് ദിവസമാണ് ജൂലൈ 26. ഓപ്പറേഷൻ വിജയ് എന്ന ഈ ഒരു പേര് മറ്റൊരിടത്തുകൂടി നമ്മൾ കേട്ടിട്ടുണ്ടാവും. പോർച്ചുഗീസുകാരിൽ നിന്ന് ഗോവ പിടിച്ചെടുക്കാനായി നടത്തിയ സൈനിക ഇടപെടലിന്റെ പേരും ഓപ്പറേഷൻ വിജയ് എന്നാണ്. അത് 1961 കേട്ടോ. 1961 പോർച്ചുഗീസുകാരിൽ നിന്ന് ഗോവ പിടിച്ചെടുക്കുന്നതിനായിട്ടുള്ള സൈനിക ഇടപെടൽ ഉണ്ടായത്. അതും ഓപ്പറേഷൻ വിജയ് ആണ്. ഓപ്പറേഷൻ വിജയ്. ഓക്കെ, ഇനി ഓപ്പറേഷൻ ബ്ലാക്ക് തണ്ടർ കേട്ടിട്ടുണ്ടോ? ഓപ്പറേഷൻ ബ്ലാക്ക് തണ്ടർ എന്നത് സുവർണ ക്ഷേത്രത്തിൽ, അതായത് അമൃത്സറിൽ നിന്നും തീവ്രവാദികളെ ഉന്മൂലനം ചെയ്യുന്നതിനായിട്ട് സൈന്യം നടത്തിയിട്ടുള്ള നീക്കമാണ് ഓപ്പറേഷൻ ബ്ലാക്ക് തണ്ടർ. 1988 ഓപ്പറേഷൻ ബ്ലാക്ക് തണ്ടർ. സുവർണ ക്ഷേത്രത്തിൽ നിന്ന് തീവ്രവാദികളെ ഉന്മൂലനം ചെയ്യുന്നതിനായിട്ട് സൈന്യം നടത്തിയ നീക്കമാണ് ഓപ്പറേഷൻ ബ്ലാക്ക് തണ്ടർ. ജമ്മു കാശ്മീരിലെ പ്രത്യേക മേഖലയിൽ നിന്ന് തീവ്രവാദികളെ തുരത്തുന്നതിന് വേണ്ടിയിട്ട് സൈന്യം നടത്തിയ ഇടപെടലുകളാണ് ഓപ്പറേഷൻ ഓൾ ഔട്ട് എന്നത്. ഓപ്പറേഷൻ ഓൾ ഔട്ട് എന്നത് ജമ്മു കാശ്മീരിലെ പ്രത്യേക മേഖലകളിൽ നിന്ന് തീവ്രവാദികളെ തുരത്തുന്നതിനായിട്ട് നടത്തിയ സൈനിക ഇടപെടലാണ് ഓപ്പറേഷൻ ഓൾ ഔട്ട്. അടുത്തത് ഓപ്പറേഷൻ പോളോ ആണ്. ഓപ്പറേഷൻ പോളോയാണ്. നിസാമിൽ നിന്നും ഹൈദരാബാദിനെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിനായിട്ട് നടത്തിയ സൈനിക നീക്കമാണ് ഓപ്പറേഷൻ പോളോ. അത് 1948 കേട്ടോ. 1948 നിസാമിൽ നിന്നും ഹൈദരാബാദിനെ ഇന്ത്യൻ യൂണിയനിലേക്ക് ലയിപ്പിക്കുന്നതിന് വേണ്ടി നടത്തിയ സൈനിക നീക്കമാണ് ഓപ്പറേഷൻ പോളോ എന്നത്. ഇപ്പൊ നമ്മൾ 4 പോയിന്റ്സ് പഠിച്ചു. എന്തൊക്കെയാണ്? ഓപ്പറേഷൻ വിജയ് എന്നത് 1961 നടത്തുകയുണ്ടായി. പോർച്ചുഗീസുകാരിൽ നിന്ന് ഗോവ പിടിച്ചെടുക്കുന്നതിനായിട്ടുള്ള സൈനിക ഇടപെടലാണ് ഓപ്പറേഷൻ വിജയ് 1961. പിന്നീട് നമ്മൾ പറഞ്ഞു ഓപ്പറേഷൻ ബ്ലാക്ക് തണ്ടർ 1988.
അമൃത്സറിൽ നിന്ന്, അതായത് സുവർണ ക്ഷേത്രത്തിൽ നിന്നും തീവ്രവാദികളെ ഉന്മൂലനം ചെയ്യുന്നതിനായിട്ട് സൈന്യം നടത്തിയ നീക്കമാണ് ഓപ്പറേഷൻ ബ്ലാക്ക് തണ്ടർ എന്നത്. അടുത്തത് ഓപ്പറേഷൻ ഓൾ ഔട്ട് ആണ്. ജമ്മു കാശ്മീരിലെ പ്രത്യേക മേഖലകളിൽ നിന്ന് തീവ്രവാദികളെ തുരത്തുന്നതിന് വേണ്ടി നടത്തിയ സൈനിക ഇടപെടലാണ് ഓപ്പറേഷൻ ഓൾ ഔട്ട് എന്നത്. ഓപ്പറേഷൻ ഓൾ ഔട്ട്. അടുത്തത് ഓപ്പറേഷൻ പോളോ. 1948 നടന്നതാണ് ഓപ്പറേഷൻ പോളോ. നിസാമിൽ നിന്നും ഹൈദരാബാദിനെ ഇന്ത്യൻ യൂണിയനിലേക്ക് ലയിപ്പിക്കുന്നതിന് വേണ്ടി നടത്തിയ സൈനിക നീക്കമാണ് ഓപ്പറേഷൻ പോളോ എന്നത്. ചോദ്യം എന്തായിരുന്നു? 1999 കാർഗിൽ യുദ്ധം ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ ഓപ്പറേഷൻ വിജയ് എന്നും അറിയപ്പെടുന്നു എന്നതാണ്. ഓക്കെ, സൈനിക യുദ്ധമാണ്. 3 മാസത്തോളം നീണ്ടുനിന്ന, ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ 3 മാസത്തോളം നീണ്ടുനിന്ന യുദ്ധമാണ് കാർഗിൽ യുദ്ധം. കാർഗിൽ വിജയ് ദിവസമാണ് ജൂലൈ 26 എന്നതും ഓർത്തിരിക്കുക. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.